വീണയെ ഒഴിപ്പിക്കാൻ വന്നിട്ട് ജീവനും കൊണ്ട് ഓടി നിങ്ങളുടെ ഗുരു. പൊയ്ക്കോളൂ. ഞാനൊന്ന് പറഞ്ഞോട്ടെ? പൊയ്ക്കോളാൻ പറഞ്ഞില്ലേ? കേൾക്കണം. യക്ഷികളുടെ ശക്തി ഉച്ചസ്ഥായിലാകുന്ന സമയത്ത് ദൈവങ്ങൾ വിചാരിച്ചാൽ പോലും അറിയാൻ പറ്റില്ല. അങ്ങേക്ക് കുഴിമാടത്തിൽ എന്ത് സംഭവിച്ചെന്ന് പോലും എനിക്കറിയില്ല. എന്റെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. എന്നെ അവിടുന്ന് ആരോ വളരെ ദൂരത്തേക്ക് പറഞ്ഞയച്ചതുപോലെ. ഒരു കഴിവില്ലാത്ത നിങ്ങളെ വിശ്വസിച്ചത് ഞങ്ങളുടെ തെറ്റ്. ഇനിയെങ്കിലും ഉപദ്രവിക്കാതെ പോവാൻ നോക്ക്. എന്നാൽ ശരി, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ പോകുന്നു. ഇളയച്ചന്മാർക്കും ഇളയമ്മമാർക്കും ഇനിയും സമ്മാനങ്ങൾ വേണ്ടേ? അയ്യോ വേണ്ട. അത് പറ്റില്ല. സമ്മാനങ്ങൾ നൽകി എന്നെ വീർപ്പ് മുട്ടിച്ചവരല്ലേ, തിരിച്ചു തരുന്നതിലും കുറവ് പാടില്ലല്ലോ. നിർത്തൂ, നിർത്തൂ. ഇവരെ ഉപദ്രവിക്കരുത്. ഉപദ്രവിക്കും. ഇവിടെ ഇരിക്ക. ഇല്ല. ഇരിക്കാനാണ് പറഞ്ഞത്. ഇല്ല. ജോത്സ്യൻ എന്നെ വിളിച്ചത് വെറും ഒരു സഹായിയായിട്ട് മാത്രമാണ്. എനിക്ക് എത്ര കഴിവുണ്ടെന്ന് അയാൾക്ക് പോലും അറിയില്ല. നിങ്ങൾക്ക് എന്നെ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞാൻ പരിഹരിക്കാം. ഇതിൽ പരം വിശ്വസിക്കാൻ ഞങ്ങൾക്കിനി എന്താ വേണ്ടത്? ഞങ്ങളുടെ കണ്ണുമുമ്പിലല്ലേ ഈ കാഴ്ച കാണുന്നത്. അഭയം തേടി ഞങ്ങൾ ഇനി ഒരിടത്തേക്കും പോകുന്നില്ല. അവിടുന്ന് തന്നെ ഞങ്ങൾ രക്ഷിച്ചാൽ മതി. അതെ, മനസ്സിൽ ഭയമില്ലാതായതുപോലെ അവിടുന്ന് തന്നെയാണ് ഞങ്ങളുടെ രക്ഷക. തെറ്റായി പറഞ്ഞതൊക്കെ ക്ഷമിക്കൂ, ഞങ്ങളെ രക്ഷിക്കൂ. അവിടുത്തെ ശക്തിയിലല്ലാതെ ഞങ്ങൾക്കിനി പ്രതീക്ഷയില്ല. ശരി, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞാൻ പരിഹരിച്ചോളാം. എന്നേക്കുമായി ഇവളെ ഞാൻ ഇല്ലാതാക്കുകയും ചെയ്യാം. ഒരു ഭാഗത്ത് ശിക്ഷയുടെ കാഠിന്യം, മറുഭാഗത്ത് സ്വാതന്ത്ര്യത്തിന്റെ തലോടൽ. എന്താണ് ഈ നാടകീയതയുടെ അർത്ഥം? ശിക്ഷിക്കാൻ എളുപ്പമാണ്, തിരുത്താനല്ലേ പ്രയാസം. തിരുത്താൻ തന്നെ തീർച്ചയാക്കിയോ? എല്ലാത്തിനും ഉപായമുള്ള ആളല്ലേ അങ്ങ്. എന്താ വേണ്ടത്? ഓരോ തിരിച്ചറിവുകളും മനുഷ്യകുലത്തിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഓരോ സന്ദേശങ്ങൾ കൊടുക്കുന്നതായിരിക്കണം. അതിപ്പോ ഒരു വ്യക്തി സ്വയം തിരുത്തിയാലും ഒരു സമൂഹം തന്നെ തിരുത്തിയാലും അതാണ് വേണ്ടത്. ഞാനും അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്തായാലും മാതൃത്വത്തിന്റെ ശക്തി എന്താണെന്ന് ബോധ്യപ്പെടുത്തിയിട്ടേ ഇത് അവസാനിക്കൂ. പരമഭക്തയായ വീണയുടെ അവസ്ഥ അങ്ങ് കണ്ടോളൂ. കേളികൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അവൾക്ക് ഇത്രമാത്രം ശക്തിയുണ്ടെന്ന് ഒരിക്കൽ പോലും കരുതിയില്ല അല്ലേ? അതെ, ജോൾസിന് എത്ര ശ്രമിച്ചിട്ടും വീണയുടെ ആത്മാവിനെ ഒന്ന് അടക്കി നിർത്താൻ പോലും സാധിച്ചില്ല. പക്ഷേ ഇവരൊന്ന് കൈ ഉയർത്തിയപ്പോഴേക്കും അവള് തളർന്നു വീണു കഴിഞ്ഞു. അവളെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ അവർക്ക് സാധിക്കുമായിരിക്കും അല്ലേ? നമ്മുടെ മുമ്പിലുള്ള ഒരേ ഒരു പ്രതീക്ഷ അതാണ്. പൂർണ്ണമായും അവരിൽ വിശ്വസിക്കുക. രണ്ടുപേരോടും എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. പൂജാദ്രവ്യങ്ങളുടെ കാര്യമാണെങ്കിൽ സേവകരെ കൊണ്ട് അത് എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കാം. പൂജാദ്രവ്യങ്ങളൊന്നുമല്ല, പൂജയുടെ ഫലപ്രാപ്തിയെക്കുറിച്ചാണ്. നിങ്ങൾ 4 പേരും നല്ല സ്നേഹത്തിലല്ലേ?
അതെ, അതെന്താ അങ്ങനെ ചോദിക്കാൻ? നിങ്ങൾ രണ്ടുപേരും അനുജനും അനുജത്തിക്കും വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണോ? അവിടുന്ന് കാര്യം എന്താന്ന് വെച്ചാ തെളിച്ചു പറയൂ. ധ്യാനത്തിലിരുന്നപ്പോൾ ഒരു കാര്യം എനിക്ക് വ്യക്തമായി. വീണയുടെ ആത്മാവിനെ ഇല്ലാതാക്കാൻ എനിക്ക് സാധിക്കും. പക്ഷേ അതിനു മുമ്പ് ചില ആപത്തുകൾ ഇവിടെ സംഭവിക്കും. അവിടുത്തെ വിശ്വസിച്ചാണ് ഞങ്ങൾ ഇവിടെ സമാധാനമായിട്ടിരിക്കുന്നത്. എന്നിട്ടിപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞ നോക്കൂ, ചില നേട്ടങ്ങൾക്ക് വേണ്ടി ചില നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും. നിങ്ങൾ 4 പേരെയും രക്ഷിക്കുക എന്ന് പറയുന്നത് അസാധ്യം. അയ്യോ, അതാരെ കൊണ്ടും സാധിക്കില്ല. എന്നുവെച്ചാ നിങ്ങൾ ഈ 4 പേരിൽ 2 പേർക്ക് മാത്രമാണ് ജീവിക്കാനുള്ള അവസരമുള്ളൂ. ബാക്കി 2 പേർ മരണത്തിന് കീഴടങ്ങിയേ പറ്റൂ. എന്താണ് ഈ പറയുന്നത്? എത്ര വലിയ കർമ്മങ്ങൾ വേണമെങ്കിലും നടത്താം, ഞങ്ങൾക്ക് ഒന്നിച്ച് രക്ഷപ്പെട്ടാൽ മതി. സാധ്യമല്ല. എന്നെ കൊണ്ടെന്നല്ല, നിങ്ങൾ വേറെ ആരെ പോയി കണ്ടാലും കാര്യമില്ല. ഇന്ന് രാത്രി നിങ്ങൾ 4 പേരിൽ 2 പേർ മരിച്ചേ പറ്റൂ. അത് അനുജത്തിയും അനുജനും ആകരുതെന്നാണല്ലോ സ്വാഭാവികമായും ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തെയും ചിന്തിക്കുക. അതാര് പറഞ്ഞു? അവർ രണ്ടുപേരും ജീവിച്ചിരിക്കണമെന്ന് ഞങ്ങൾക്ക് ഒരാഗ്രഹമില്ല. 2 പേര് മരിച്ചേ പറ്റൂന്ന് തീർച്ചയാണോ? സംശയം വേണ്ട, തീർച്ചയാണ്. എങ്കിലേ ഞങ്ങൾ ഒരു മഹാരഹസ്യം പറയട്ടെ. എന്താണ്? മരിക്കാനുള്ള യോഗം സഹദേവനും രാധികയ്ക്കും തന്നെയാണ്. അതെങ്ങനെ നിങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും? പറ്റും. അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി ജോലിസിൽ ഏൽപ്പിച്ച വിഷം അമ്മയ്ക്ക് മാത്രമല്ല ഞങ്ങൾ കൊടുത്തിരുന്നത്. പിന്നെ അത്താഴത്തിന് ശേഷം രാധികയും സഹദേവനും കഴിക്കുന്ന പാലിലാണ് ഞങ്ങൾ കലക്കി കൊടുത്തത്. അവരിപ്പോ പാതി മരിച്ചു കഴിഞ്ഞു. അപ്പോ മരിക്കാൻ കൂടുതൽ യോഗ്യത അവർക്ക് തന്നെയല്ലേ? സ്വന്തം അനുജനെയും അനുജത്തെയും വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിക്കുകയോ? നിങ്ങൾക്ക് ദക്ഷിണയോ പാരിതോഷികമോ എന്ത് വേണേലും തരാൻ ഞങ്ങൾ തയ്യാറാണ്. വീണയുടെ ആത്മാവിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷിക്കണം. സഹദേവനും രാധികയും വിഷത്തിന്റെ ശക്തി കൊണ്ട് തന്നെ മരിച്ചു വീഴട്ടെ. അവര് കൊടുത്ത വിഷം കൊണ്ട് അമ്മയും മരിക്കും. അപ്പൊ പിന്നെ കോവിലത്തിന്റെ ചുറ്റുമുള്ള സകല സമ്പത്തിന്റെ അവകാശികൾ ഞങ്ങൾ മാത്രമാകുമല്ലോ. ഇത്രയും വിദഗ്ധമായ ഒരു കാര്യം ആസൂത്രണം ചെയ്യാൻ നിങ്ങൾ 2 പേരെ കൊണ്ട് മാത്രമേ സാധിക്കൂ. അവിടുന്ന് ഒരു കാര്യം തീർച്ചപ്പെടുത്തിക്കോളൂ. വീണയുടെ ആത്മാവ് സഹദേവന്റെയും രാധികയുടെയും ജീവൻ എടുത്തോട്ടെ. അത് കഴിഞ്ഞ് അവളെ അവിടുന്ന് തളച്ചാ മതി. ആയിക്കോട്ടെ. ഞാനീ പറഞ്ഞ കാര്യം ആരോടും പറയരുത്. ആരോട് പറയാൻ? ചാകാൻ പോകുന്നവരോടോ? നടന്നാ തീരാത്തത്ര കൃഷിയിടങ്ങള്, കണ്ണെത്താ ദൂരത്തോളം തെങ്ങുംതോപ്പുകള്, വിശേഷപ്പെട്ട മാളികകള്, കൂട്ടിവെച്ചിരിക്കുന്ന പൊന്നും പണ്ടങ്ങളും. എന്റെ ഭദ്രേ, കോവിലകത്തിന്റെ സമ്പത്തെല്ലാം ആരെ അരശിപ്പിക്കുന്നതാണ്. എല്ലാരെയും ഒഴിവാക്കി ഞങ്ങളെ മാത്രം അതിന്റെ അവകാശികളാക്കി തരണം. അവിടത്തേക്കും അതിന്റെ പങ്കുപറ്റാം. ലാഭമാണല്ലോ എനിക്കും പ്രധാനം. എങ്കിൽ ഞാൻ ഒരുക്കങ്ങൾ നടത്താം. ഇനിയുള്ള സമയം അനുജന്റെയും അനുജത്തിയുടെയും മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നാൽ ശരി. ഓ ആട്ടെ. ഒരു കണക്കിന് നന്നായല്ലേ? ഷോ, എല്ലാ ശല്യങ്ങളും ഒന്നിച്ചു തീരും. എല്ലാ ശല്യം തീർന്നു കഴിഞ്ഞാലും ഇനിയൊരു ശല്യം ബാക്കിയുണ്ടല്ലോ. ഇപ്പൊ പോയ ശല്യം. നമ്മളെ രക്ഷിച്ചെടുക്കുന്നവർ ജീവിച്ചിരിക്കണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ലല്ലോ. പറയൂ, 4ൽ 2 പേര് മാത്രമേ ജീവിക്കൂവെങ്കിൽ ഏട്ടനും ഏട്ടത്തിക്കും വേണ്ടി വഴിമാറിക്കൊടുക്കുകയല്ലേ നിങ്ങളുടെ തീരുമാനം? എന്താ നിങ്ങൾ ചിരിക്കുന്നത്? അവിടുന്ന് ഞങ്ങളെ മാത്രം രക്ഷിച്ചാ മതി. ഏട്ടനെയും ഏട്ടത്തെയും രക്ഷിക്കാൻ ഒരാളെയും കൊണ്ട് സാധിക്കില്ല. എന്തു പറ്റി? അമ്മയ്ക്ക് കൊടുക്കുവാനായിട്ട് ജോത്സ്യൻ തന്ന വിഷം ഒരു തരി പോലും ഞങ്ങൾ ഇതുവരെ അമ്മയ്ക്ക് കൊടുത്തില്ല. പകരം അത് കഴിച്ചത് ഏട്ടനും ഏട്ടത്തിയുമാണ്. സത്യമാണ്. ഞങ്ങൾ പാതി കൊന്നു കഴിഞ്ഞവർ മരിച്ചു പോകുന്നതിൽ ഞങ്ങൾക്കൊട്ടും തന്നെ സങ്കടമില്ല. ശക്തി പ്രാപിക്കുന്ന വീണയുടെ ആത്മാവിന് അവരെ തന്നെ അവിടുന്ന് ബലി കൊടുത്തോളും. എനിക്കിതൊന്നും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇങ്ങനെയാണോ സാഹോദര്യത്തിന്റെ ലക്ഷണം? സഹോദരിയൊക്കെ മേനിക്ക് പറഞ്ഞ് നടക്കാന്നേ ഉള്ളൂ. പണമാണ് എല്ലാത്തിനും വലുത്. ഈ കോവിലകവും ഇവിടുത്തെ സമ്പത്തും
ഞങ്ങൾക്ക് മാത്രമായിട്ട് അനുഭവിക്കണം. വീണ അവരെ ഇല്ലാതാക്കട്ടെ. അതിനുശേഷം വീണയെ അവിടുന്ന് ഇല്ലാതാക്കുമല്ലോ. ശരി, നിങ്ങൾ പാതി കൊന്നുകഴിഞ്ഞവരെ കുറിച്ച് ഞാനിനി വിയോജിപ്പ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവർ തന്നെ മരിക്കട്ടെ. ശരി, ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ രണ്ടുപേരോടുമായി പറയാം. ഞാൻ ഇനി ധ്യാനത്തിലിരിക്കാൻ പോകുകയാണ്. വീണയിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാനുള്ള ഉപാധി കിട്ടിയിട്ടല്ലാതെ ആ ധ്യാനത്തിൽ നിന്നും എനിക്ക് ഉണരുവാനും സാധിക്കില്ല. ആ സമയം വീണയുടെ ആത്മാവിന് കൂട്ടായി നിങ്ങളാണ് നിൽക്കുന്നതെന്ന് അവൾക്ക് ബോധ്യം വേണം. അതെങ്ങനെ? അവൾ ഒരിക്കലും ഞങ്ങളെ വിശ്വസിക്കില്ലല്ലോ. അവൾക്ക് വേണ്ടത് 2 ജീവനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ തന്നെ അത് കൊടുക്കുകയാണെങ്കിൽ അവളുടെ ആത്മാവ് ഏറെ സന്തോഷവതിയായിരിക്കും. എന്നുവെച്ചാൽ നകുലനെയും രേണുകയും നിങ്ങൾ 2 പേരും ചേർന്ന് കൊല്ലണം. വീണയെ തളിക്കാനുള്ള ഉപായവുമായി ഞാൻ കണ്ണു തുറക്കുമ്പോൾ കൺമുന്നിൽ കാണേണ്ടത് നകുലന്റെയും രേണുകയുടെയും ശവശരീരങ്ങളായിരിക്കണം. എന്താ, പറ്റുമോ നിങ്ങളെ കൊണ്ട്? എങ്കിലേ ഞാൻ കർമ്മത്തിന് തയ്യാറാവുകയുള്ളൂ. ഞങ്ങൾ തയ്യാറാണ്. അവരെ ഞങ്ങൾ തന്നെ ഇല്ലാതാക്കിക്കോളാം. നല്ലത്. ഞാനിതാ ധ്യാനത്തിന് തയ്യാറായി കഴിഞ്ഞു. ഇനിയുള്ള നേട്ടങ്ങളെല്ലാം നിങ്ങൾ 2 പേർക്കും മാത്രം. ഏട്ടന്റെ മുമ്പിലെത്തുമ്പോ അങ്ങ് പതറുമോ? ഇല്ല, പകരുമായിരുന്നെങ്കിൽ അവർക്ക് വിഷം കൊടുക്കാൻ തോന്നുമായിരുന്നില്ലല്ലോ. ഈ കണക്കറ്റ സ്വത്ത് കയ്യിൽ വരാൻ വേണ്ടി നമ്മൾ കളിച്ചതല്ല, അവറ്റുകളുടെ മരണം കാംക്ഷിച്ചാണ്. ചത്തുപോട്ടെ 2 എടാ, അയ്യോ, എടാ, ഈ സമ്പത്തും സൗഭാഗ്യമൊക്കെ എനിക്കും എന്റെ ഭാര്യയ്ക്കും അനുഭവിക്കാനുള്ള. അതിന് നിങ്ങൾ 2 പേരും ജീവിച്ചിരിക്കാൻ പാടില്ല. എങ്കിൽ നോക്കാടാ. നിന്നെയും നിന്റെ ഭാര്യയും കൊന്നിട്ടായാലും ഈ സകല സമ്പാദ്യങ്ങളും ഞങ്ങൾ സ്വന്തമാക്കും. എന്നെ തളയ്ക്കാനാണ് എല്ലാവരുടെയും ഉദ്ദേശം അല്ലേ? പക്ഷേ എനിക്ക് വേണ്ടത് നിങ്ങളുടെ ജീവനാ. അറിയാം, ഞങ്ങൾ 4 പേരിൽ 2 പേരുടെ ജീവൻ നിനക്ക് വേണം. നിനക്ക് ഇവർ 2 പേരുടെ ജീവൻ എടുക്കാം. ജീവൻ എടുക്കേണ്ടത് ഇവരുടേതാണ്. ഞങ്ങളുടെ ജീവൻ എടുക്കാൻ പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ സഹദേവ? നീയും നിന്റെ ഭാര്യ പകുതി മരിച്ചു കഴിഞ്ഞല്ലേ? സഹദേവ, ജോത്സ്യൻ അമ്മയെ കൊല്ലാൻ തന്ന വിഷം ഇതുവരെ ഞങ്ങൾ തന്നത് നിനക്കും നിന്റെ ഭാര്യയ്ക്കുവാ. പറഞ്ഞു കൊടുക്ക സഹദേവനിളയച്ച, നിങ്ങളും അമ്മയ്ക്ക് വിഷം കൊടുത്തിട്ടില്ല എന്ന്. അഹങ്കാരികളും അസൂയക്കാരുമായ നിങ്ങളൊക്കെ ഇതുവരെ ചെയ്തിരുന്നത് പരസ്പരം കൊല്ലലാണ്. മുത്തശ്ശിയെ കൊല്ലാൻ വേണ്ടി വാങ്ങിച്ച വിഷത്തിൽ ഒരു തരി പോലും മുത്തശ്ശിയിലേക്ക് എത്തിയിട്ടില്ല. പകരം നിങ്ങൾ പരസ്പരം ചതിച്ചു. നിങ്ങൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ
നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തു. ഒരു കാര്യം 4 പേരും ഉറപ്പിച്ചോളൂ, ആ വിഷത്തിന്റെ കാഠിന്യം രൂക്ഷമാകുന്നത് ഇന്നാണ്. ഇന്ന് രാത്രി ആ വിഷത്തിന്റെ ശക്തിയിൽ നിങ്ങൾ 4 പേരും ഒന്നിച്ചു മരിച്ചു വീഴും. ഇല്ല, ഞങ്ങൾ മരിക്കില്ല. ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ രക്ഷകയുണ്ട്. നിങ്ങളുടെ രക്ഷകയോ? ആ, ഞങ്ങളുടെ ജീവനാണ് സുരക്ഷിതത്വം പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇവർ ധ്യാനത്തിലിരിക്കുന്നത്. അല്ല, അമ്മേ, അമ്മേ കണ്ണു നോക്ക്. ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കുന്നത് ഒന്ന് പറഞ്ഞു കൊടുക്ക്. പറഞ്ഞു കൊടുക്കമ്മേ. അമ്മേ, അമ്മേ, അമ്മേ കണ്ണു തുറക്കും. ഞങ്ങളെ രക്ഷിക്കാനുള്ള മാർഗങ്ങൾ ചെയ്യും. ഇനി ഒരു ശക്തിക്കും നിങ്ങളെ രക്ഷിക്കാനാവില്ല. നിങ്ങളുടെ മരണം സുനിശ്ചിതമാണ്. കണ്ണു തുറക്ക്. അമ്മേ, കണ്ണു തുറക്ക്. അമ്മേ, അമ്മേ, ഞങ്ങൾ രക്ഷിക്കമ്മേ. എന്താ എന്തു പറ്റി നിങ്ങൾക്ക്? അമ്മേ, വീണ അവള് ഞങ്ങൾ കൊല്ലാൻ വരുന്നു. വീണ നിങ്ങളെ കൊല്ലാൻ വന്നെന്നോ? എന്തൊക്കെയാ ഈ പറയുന്നത്? സത്യമാണമ്മേ, അവള് ഞങ്ങളുടെ പുറകെയുണ്ട്. അവള് ഞങ്ങളെല്ലാവരെയും കൊല്ലും. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അമ്മേ, ആർക്കും അവളെ തടയാൻ പറ്റില്ല. അവള് ഞങ്ങളുടെ ജീവൻ എടുക്കാൻ വേണ്ടിയാ വരുന്നത്. അമ്മയ്ക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ പറ്റൂ. അമ്മ അവളോട് പറ, ഞങ്ങളെ ദ്രോഹിക്കരുതെന്ന്. അമ്മ പറഞ്ഞ അവള് കേക്കും. ഭ്രാന്ത് പിടിച്ചോ നിങ്ങൾക്ക്? അവൾക്ക് നിങ്ങളെയൊക്കെ പ്രാണനല്ലേ, പിന്നെ എന്തിനാ അവൾ നിങ്ങളെയൊക്കെ കൊല്ലാൻ നോക്കുന്നത്? അതെ അമ്മേ, ഇപ്പോ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വീണയല്ല, അവളുടെ ആത്മാവാ. ആത്മാവോ? എന്ത് ഭ്രാന്താ നിങ്ങൾ പറയുന്നത്? ആവശ്യമില്ലാത്ത പൂജകളൊക്കെ നടത്തി നിങ്ങളുടെ തല തിരിഞ്ഞു പോയോ? കുറച്ചു മുൻപേ എന്റെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പോയ കുട്ടിയെ കുറിച്ചാണോ ഈ പറയുന്നത്? അവൾ ആത്മാവാണ് പോലും. അമ്മേ, അവൾ ആത്മാവ് തന്നെയാണ്. ഞങ്ങൾ പറയുന്നൊന്ന് വിശ്വസിക്കേ. ഒന്ന് പോകുന്നുണ്ടോ എല്ലാവരും? ഇല്ലമ്മേ, ഇനി അവളുടെ മുമ്പിലേക്ക് പോവാൻ എനിക്ക് വയ്യ. ഞങ്ങൾ പാതി മരിച്ചു കഴിഞ്ഞവരാണ്. അതെ അമ്മേ, ഞങ്ങൾക്കിനി ജീവിതം ഒരുപാട് മുന്നോട്ടില്ല. ഉള്ള കാലം ഞങ്ങളെ വെറുതെ വിടാൻ പറയവളോട്. വീണേ, അമ്മേ, വീണേ, അമ്മേ, അവൾ വരില്ല. അവള് വീണയല്ല. ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളോട് ക്ഷമിക്കണം അമ്മേ. അവളെ ഞങ്ങൾ കൊന്നു. അമ്മേ, മാപ്പ്. എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നത്? അവളെ കൊന്നോ? അതെ, അവളെ ഞങ്ങൾ കൊന്നു കുഴിച്ചിട്ടു. അമ്മയുടെ മുമ്പിൽ ഇരുന്ന് സംസാരിച്ചതും അമ്മയ്ക്ക് ഭക്ഷണം വിളവി തന്നതും ഒക്കെ അവളുടെ ആത്മാവാ. ആത്മാവ് തന്നെയാണ് ഞങ്ങളെ ഇപ്പൊ കൊല്ലാൻ നോക്കുന്നത്. എന്റെ ദേവി, ഞാനിത് എന്തൊക്കെയാ കേൾക്കുന്നത്? നിങ്ങളെല്ലാം ഒന്ന് തെളിച്ചു പറയേ. അമ്മേ, പറയാം, എല്ലാം പറയാം. ഭൂമിയിലെ ഏറ്റവും ഭാഗ്യവതിയായ അമ്മയാണ് ഞാനെന്ന് അഹങ്കരിച്ചിരുന്നവള. എന്നെയും എന്റെ കുഞ്ഞിനെയും ചതിച്ചല്ലോടാ നിങ്ങള്. സ്വന്തം ചേട്ടന്റെ മകളല്ലേ അവള്? നിങ്ങളുടെ ചോരയല്ലേ? ഒട്ടും സ്നേഹമില്ലായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ അവളെ എവിടെയെങ്കിലും ഇറക്കി വിട്ടേനെ ഞാൻ. എന്നിട്ട് എന്തിനാ എന്റെ കുഞ്ഞിനെ? വേണ്ട, എനിക്കാരെയും കാണണ്ട. എന്റെ മുന്നിൽ നിന്ന് ഇറങ്ങിപ്പോയില്ല അവര്. എനിക്ക് കാണണ്ട ആരെയും. ചെയ്തു പോയ എല്ലാ തെറ്റിനും അമ്മയുടെ മാപ്പ് ചോദിക്കാം. വേണ്ട, ഒരിക്കലും നിങ്ങൾക്ക് മാപ്പ് തരാൻ എനിക്കാവില്ല. എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയ നിങ്ങൾ ശപിക്കപ്പെട്ടവരാണ്. ഒരിക്കോ എന്റെ മുന്നിൽ നിന്ന്. അങ്ങനെ പറയല്ലേ അമ്മ. അവസാനിക്കാറായി നേരത്ത് അമ്മയുടെ മുമ്പിലിരുന്ന് മാപ്പിരുന്ന് മരിച്ചോട്ടെ ഞങ്ങള്. ഞങ്ങളുടെ അത്യാർത്ഥി കാരണമാണ് അവളുടെ ജീവൻ കവർന്നത്.
നാളെ നേരം പുലരുമ്പോ ഞങ്ങൾ ഈ ലോകത്ത് ഉണ്ടാവില്ല അമ്മേ. അമ്മേ, അമ്മേ, അമ്മ ഞങ്ങളൊരു പൊറുക്കെങ്കിലും ചെയ്യണം. ഇല്ലെങ്കിൽ പരലോകത്ത് പോലും ഞങ്ങൾക്ക് സമാധാനം കിട്ടില്ല അമ്മേ. എന്റെ ദേശമംഗലത്ത് അമ്മേ. എന്തിൽ നിന്നാണ് നിങ്ങളെ രക്ഷിക്കേണ്ടത്? മരണത്തിൽ നിന്നോ? അതോ സ്വന്തം അമ്മയെ കൊല്ലാൻ ശ്രമിച്ച പാപത്തിൽ നിന്നോ? ഏതിൽ നിന്നാണ് നിങ്ങൾക്ക് മോചനം വേണ്ടത്? വീണ ഞങ്ങളെ കൊല്ലും. അവളെ നിന്ന് ഞങ്ങളെ രക്ഷിക്കാന്ന് വാക്കുന്ന ഭദ്രയല്ലേ? അവൾ ഞങ്ങളുടെ പിന്നാലെയുണ്ട്. തടഞ്ഞു നിർത്താൻ നിങ്ങളെ കൊണ്ട് മാത്രമേ സാധിക്കൂ. വീണയെ നിങ്ങൾ കൊന്നു. അവളുടെ ആത്മാവ് നിങ്ങളെ ഭയപ്പെടുത്തുന്നു. പക്ഷേ നിങ്ങളുടെ മരണം അതുകൊണ്ടല്ലല്ലോ സംഭവിക്കുന്നത്. നിങ്ങൾ പരസ്പരം വിഷം കൊടുത്തതല്ലേ? അതിൽ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ലല്ലോ ആരും. എന്റെ വീണുമോളെ എനിക്ക് തിരിച്ചു വേണം. എനിക്ക് എല്ലാവരെയും വേണം. എനിക്ക് ബാക്കിയുള്ള ആയുസ് തുല്യമായി വീരിച്ച് ഇവർക്ക് 4 പേർക്ക് നൽകിയിട്ടാണെങ്കിലും എന്റെ മക്കളെ ജീവിപ്പിക്കണം. കേട്ടോ നിങ്ങൾ? ഇതാണ് മാതൃത്വത്തിന്റെ മഹത്വം. കൊലപാതകികളാണ്, സ്വന്തം അമ്മയോട് കാരുണ്യമില്ലാത്തവരാണ്. പക്ഷേ എന്നിട്ടും ഈ മാതാവിന്റെ ഹൃദയം തുടിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷേ നിങ്ങളെപ്പോലുള്ളവർക്ക് ശിക്ഷ കിട്ടാതിരുന്നാൽ അത് ഇനിയുള്ള മാനവർക്ക് മുഴുവൻ ദോഷമുണ്ടാക്കുന്നതല്ലേ?